നമസ്കാരം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീ പവേർഡ് ബൈ ഇംപെക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് തന്നെ ഒരു 100% എനർജി കൂടിയിട്ടാണ്. കാരണം വിശേഷമുണ്ട് നിങ്ങളടുത്ത് പറയാനായിട്ട്. ദുബായിൽ നടന്നു വരുന്ന ഏഷ്യ വിഷൻ TV അവാർഡ്സ്, അത് 5-6 കൊല്ലമേ നടക്കുന്നു. ആ അവാർഡിൽ ബെസ്റ്റ് വുമൺ ഷോ എന്നുള്ള ഒരു അവാർഡിന് ഞാൻ സ്ത്രീ അർഹയായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവതാരകയായ ഞാൻ അത് അവാർഡ് മേടിക്കാൻ പോയിരിക്കുകയായിരുന്നു. എനിക്ക് എത്ര പറഞ്ഞാലും എത്ര പറഞ്ഞാലും തീരില്ല. കാരണം എനിക്ക് കിട്ടിയ കമൻറ്റുകൾ, അവിടുത്തെ ആൾക്കാരുടെ നിർദ്ദേശങ്ങളും അവരുടെ ഫേസ്ബുക്കിലെ പേജിൽ കൂടിയൊക്കെ അവർ ഡിസ്കഷൻ ചെയ്ത പോയിൻറ്റ്സൊക്കെ എനിക്ക് കാണിച്ചു തന്നു. ഇതൊക്കെ കണ്ട് വായിച്ച് എൻ്റെ കണ്ണിൽ എങ്ങാനും ഉറക്കച്ചോട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാരണം എൻ്റെ സന്തോഷം കൊണ്ടാണ്. ഉറക്കം വന്നില്ല സന്തോഷം കൊണ്ട്. അപ്പോൾ ഞാൻ പറയായിരുന്നു, ഇങ്ങനൊരു യൂണീക്ക് കോൺസെപ്റ്റ് അവതരിപ്പിക്കാനായിട്ട് ചെയ്ത ഒരു ചാനലിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, അതിന് സന്നദ്ധത കാണിക്കണമല്ലോ. സ്ഥിരം ഒരു വഴി കൂടെ പോകാതെ ഒരു വഴി മാറി നടന്നൊരു കോൺസെപ്റ്റ്, അത് നാട്ടുകാർ വോട്ട് ചെയ്ത്, അത് പബ്ലിക് വോട്ടിൽ കൂടെ നമുക്ക് അവാർഡ് നേടുക. ഞാൻ ഈ അവാർഡ് ഞാൻ സ്ത്രീ ടീമിനും എൻ്റെ 15 കണ്ടസ്റ്റൻസിനും സമർപ്പിച്ചിട്ടാണ് വരുന്നത്. സോ അതിലൊരു നല്ല നോട്ടോടുകൂടി ഞാൻ തുടങ്ങുകയാണ് ഈ എപ്പിസോഡ്. ഞാൻ എൻ്റെ ജഡ്ജസിനെ പരിചയപ്പെടുത്താം. ശ്രീ ബിനോയ് വിശ്വം, ബഹുമാനപ്പെട്ട മുൻ വനം വകുപ്പ് മന്ത്രി. ഡോക്ടർ KP സുധീര, പ്രസിദ്ധ സാഹിത്യകാരി. ശ്രീ KP രാമനുണ്ണി സാറിന് എല്ലാവർക്കും അറിയാം, സാഹിത്യകാരൻ. അപ്പോൾ നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെട്ടു. ഇനി ഈ ഒരു നല്ല അവാർഡിന് അർഹയായ 15 നല്ല കുട്ടികളുണ്ട്. ഒരുപാട് നല്ല ടെക്നീഷ്യൻസും ക്രിയേറ്റീവ് ആൾക്കാരും ഈ പ്രോഗ്രാമിനുണ്ട്. അതിലെൻ്റെ കണ്ടസ്റ്റൻസ് ഞാൻ പരിചയപ്പെടുത്താം. സരിതയുടെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ കണ്ടു കേട്ടോ. നസീമ ആൻഡ് മൈ ഡിയർ റോഷ്നി. അപ്പോൾ കണ്ടസ്റ്റൻസ് റെഡി, ജഡ്ജസ് റെഡി. ഞാൻ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്കിതാ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീ പവേർഡ് ബൈ ഇംപെക്സ് ഇവിടെ തുടങ്ങുന്നു. നമ്മുടെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ സെഗ്മെൻ്റാണ് സ്വപ്ന പദ്ധതി. സ്വപ്ന പദ്ധതി വെച്ചാൽ നമ്മൾ ഒരു കണ്ടസ്റ്റൻറ്റ് കുറച്ച് രൂപ കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് രൂപ ചില്ലറ രൂപയൊന്നുമല്ല, 10 ലക്ഷം രൂപ. ഈ 10 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ ഈ കണ്ടസ്റ്റൻ്റ് എങ്ങനെ ചിലവാക്കും? കാരണം ഇതിൻ്റെ ഒരു നാടിനുള്ള ഒരു നല്ലൊരു പ്രോജക്റ്റ്, ഇതെങ്ങനെ ഇവർ അവതരിപ്പിക്കുന്നു, ഈ പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി, ഇതെങ്ങനെ കൊണ്ടു നടക്കാം, ഇതിനൊരു ഫ്യൂച്ചർ, ഒരു ഭാവി ഉണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കുകയാണ് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ക്രൈറ്റീരിയത്തിൽ. അങ്ങനെയാണ് സ്വപ്ന പദ്ധതിയിലെ റൗണ്ട് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ടസ്റ്റൻറ്റ് നസീമയാണ്. നസീമ റെഡിയല്ലേ സ്വപ്നമായിട്ട്? നസീമ പ്രിൻസിപ്പളൊക്കെ ആയതുകൊണ്ട് അതിനൊരു നല്ല റോഡ് മാപ്പ് ഉണ്ടാവുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ എന്തായാലും നസീമയുടെ സ്വപ്ന പദ്ധതി കണ്ടിട്ടാവാം. ശാരീരിക വൈകല്യങ്ങളെക്കാൾ എത്രയോ ഗുരുതരമായ ആഘാതമാണ് മാനസിക വൈകല്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. റോഡിലൂടെ അലഞ്ഞു തിരിയുന്ന മാനസിക രോഗികളെ ക്രിയാത്മകമായി ജീവിതത്തിലേക്ക് നടത്തിക്കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണിത്. സമൂഹത്തിൻ്റെ കരുത്തും കൊടുക്കേണ്ട വിധവകൾ, വിവാഹമോചിതകൾ എന്നിവരടങ്ങുന്ന ഒരു വിഭാഗത്തെയാണ് ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരായി ഞാൻ കാണുന്നത്. പുതിയ ഒരു ആവാസ വ്യവസ്ഥയെക്കുറിച്ചാണ് നസീമ ആലോചിക്കുന്നത്. അത്യന്തം മാനവികത നിറഞ്ഞ ബൃഹത്തായ ഒരു പദ്ധതിയാണത്. ആരംഭിച്ചു കഴിഞ്ഞാൽ അനുക്ഷണം വികസ്വരമാകുന്ന പദ്ധതിയാണ്. ഒരുപാട് മാനങ്ങളുള്ള ഒരു സ്വപ്ന പദ്ധതി. അതിൻ്റെ ആദ്യഘട്ടം തെരുവിൽ അലഞ്ഞു നടക്കുന്ന മാനസിക രോഗികളെ പുനരധിവസിപ്പിക്കാനുള്ള കേന്ദ്രമാണ്. അലഞ്ഞു തിരിയുന്ന രോഗികൾ പൊതുവെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ NGOസോ ശ്രദ്ധിക്കാത്ത ഒരു വിഭാഗമാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും പരിഗണന ആവശ്യമുള്ള ഒരു വിഭാഗമാണ്. അപ്പോൾ അതിനിങ്ങനെ ഒരു സെൻറ്റർ തുടങ്ങുക എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ആവശ്യമാണ്. ഇതിനായി വയലും കരയും അന്യോന്യം ചേർന്ന് കിടക്കുന്ന വിശാലമായ കുറച്ച് സ്ഥലം നസീമ കണ്ടെത്തിയിട്ടുണ്ട്. പാടത്തിനോട് ചേർന്ന ഒരു അഭയകേന്ദ്രം. നാടും പാടവും ചേരുന്നിടത്ത് സമൃദ്ധമായ കാറ്റുള്ള ഇടത്തിന് ഒരു കാവ്യഭംഗിയുണ്ട്. മാനസിക രോഗികളുടെ സംരക്ഷണത്തിനും പരിചരണത്തിനുമൊക്കെ നിയമിക്കുന്നത് വിധവകളെയും വിവാഹമോചിതരെയുമാണ്. ചുരുക്കത്തിൽ മാനസിക രോഗികൾക്കും വിധവകൾക്കും അനാഥകളായ സ്ത്രീകൾക്കുമുള്ള അഭയകേന്ദ്രമായി ഈ സ്ഥാപനം മാറുന്നു. ഫാമിലി ബ്രേക്ക് ഡൗൺ ഏറ്റവും വലിയൊരു സോഷ്യൽ പ്രോബ്ലമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അതിനെ അഡ്രസ്സ് ചെയ്യുവാൻ ഒരു കൗൺസിലിംഗ് സെൻറ്റർ കൂടി ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായി കാണുന്നു. ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം അത് ഡീൽ ചെയ്യുന്നതിനേക്കാൾ ഒരു പ്രീ മാരിറ്റൽ ലെവലിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും.
കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി സോളാർ എനർജിയും അതുപോലെ തന്നെ ബയോഗ്യാസും നൽകുന്നതിന് വേണ്ട ഉപദേശങ്ങൾ നൽകേണ്ട വിദഗ്ധ സഹായം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കലായും ഇൻ്റലക്ച്വലായും എല്ലാ അഡ്വൈസും സപ്പോർട്ടും നൽകാൻ കേരളത്തിലെ തന്നെ പ്രശസ്തരായ ഡോക്ടർമാർ അവരുടെ ആജീവനാന്ത സേവനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വയലിനടുത്തുള്ള സ്ഥലം സംഘടിപ്പിക്കുന്നത് കൃഷിക്കാണ്. മാനസിക രോഗികൾ, വളരെ പാവപ്പെട്ടവരുമായ, ആരും നോക്കാനില്ലാത്ത വിധവകൾ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു പുനരധിവാസ കേന്ദ്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് സ്ഥലം കൈവശമുണ്ട്, പിന്നെ പല ഡൊണേഷനും പലയിടത്തുനിന്നും വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അവിടെ ഒരു കൃഷി ചെയ്ത് ഇവരെ പുലർത്താനാണ് ഉദ്ദേശം. മാനസിക രോഗികൾക്കായുള്ള അഭയകേന്ദ്രങ്ങൾ പലതും ജയിലുകൾ പോലെയാണ്. രോഗികളുടെ കർമ്മശേഷിയെ നേർവഴിക്ക് തിരിച്ചുവിടാനും ഉപയോഗപ്പെടുത്താനുമുള്ള സംവിധാനങ്ങൾ അധികമില്ല. അലസമായ മനസ്സുകളിൽ നിന്ന് മാനസിക രോഗങ്ങൾ ഒരു കാലത്തും വിട്ടുപോകില്ലെന്നും നസീമയ്ക്കറിയാം. പതുക്കെ പതുക്കെ രോഗികളെ കാർഷിക വൃത്തികളിൽ ഏർപ്പെടാൻ അനുനയിപ്പിക്കുക എന്നതാണ് നസീമയുടെ പദ്ധതി. മാനസിക രോഗം ബാധിച്ച ആളുകൾക്ക്, സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടുന്നതിന് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി, മാനസിക രോഗികളുടെ പുനരധിവാസത്തിന് വേണ്ടി ഒരു പദ്ധതിയെക്കുറിച്ച് ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും അതെൻ്റെ അനുഭവത്തിൽ നിന്നും വളരെ നല്ല രീതിയിൽ അത് ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുവാൻ, സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാക്കി മാറ്റുവാൻ കഴിയും. അതിനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പുനരധിവാസ കേന്ദ്രത്തിൻ്റെ വൈദ്യുതി ഉപയോഗങ്ങൾക്കായി 1 kV വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സോളാർ എനർജി പ്ലാനറ്റും അടങ്ങുന്ന പദ്ധതിയാണിത്. 5 ഫാനുകളും 10 ബൾബുകളും പ്രവർത്തിപ്പിക്കാൻ ഈ വൈദ്യുതി മതിയാവും. അനർട്ടിൽ നിന്നും സർക്കാരിൽ നിന്നും ഇതിനാവശ്യമായ സാമ്പത്തിക സാങ്കേതിക സൗകര്യങ്ങൾ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് നസീമ. തൊട്ടടുത്ത് തന്നെ ഒരു പാടം അതിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഒരുക്കിയിട്ടിരിക്കുകയാണ്. അതൊക്കെ വളരെ നല്ലൊരു വളരെ ദിശാബോധത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുന്നു. നസീമ, ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നല്ല കൃത്യമായിട്ട് താങ്കൾ എഴുതി വെച്ചിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആയിരിക്കും. എന്തായാലും ഞാൻ ഒട്ടും സമയം കളയുന്നില്ല, ഞാൻ ജഡ്ജസിന് വിടാണ്. രാമനുണ്ണി സർ, വളരെ കാരുണ്യത്തിൻ്റെ അംശം കൂടുതലുള്ള ഒരു സ്വപ്ന പദ്ധതിയാണ്. സ്വപ്നം അതിര് കടന്നവരാണ് പലപ്പോഴും തെരുവിൽ അലഞ്ഞു തിരിയാറുള്ളത്, അല്ലേ? മാനസിക രോഗം എന്ന് പറഞ്ഞാൽ തന്നെ ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് വിട്ട് വേറൊരു ലോകത്തേക്കുള്ള പോക്കാണ്. അപ്പോൾ ഇവരെ പുനരധിവസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ക്ലേശകരമായിട്ടുള്ള കാര്യമുണ്ട്. ഇതിൻ്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പോരാ, അവരുടെ മാനസികാവസ്ഥ കാരുണ്യത്തോടുകൂടി, സഹതാപത്തോടുകൂടി, അവർ ശരിക്കും നമ്മളെ മാനസിക രോഗികളായിട്ടാണ് കാണുന്നത് സത്യത്തിൽ. പിന്നെ അത് വളരെ ഒരു വിഷൻ, ദർശനം ആവശ്യമുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതിൻ്റെ പിറകിൽ എന്തൊക്കെ മനോരോഗത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ അലഞ്ഞു തിരിഞ്ഞവർക്ക് ഉണ്ടാകുന്ന എന്തൊക്കെ രോഗങ്ങളാണ്? ഇപ്പോൾ മാനസിക രോഗികളെ പറ്റിയുള്ളൊരു പുനരധിവാസം എന്ന് പറഞ്ഞാൽ മനോരോഗത്തെപ്പറ്റി നസീമയ്ക്ക് എന്തെങ്കിലും അറിയണം. എന്തൊക്കെയാണ് അറിയുക? ഇവരുടെ പ്രശ്നങ്ങൾ എന്താണ്? ഏത് തരം മനോരോഗികളാണ് ഈ റോട്ടിൽ അലഞ്ഞ് നടക്കാറുള്ളത്? ഒരിത്തിരി ലവ് ആൻഡ് കെയർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആ മെൻ്റലി ഹാൻഡിക്യാപ്ഡായ ഇതിൽ നിന്ന് അവരുടെ വളരെയധികം അവരുടെ എനർജി, അവരുടെ ഫിസിക്കലുണ്ട്, അത് നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ, ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ അവരുടെ മാനസിക നില തന്നെ കൂടുതൽ മെച്ചപ്പെടുമെന്നും സമൂഹത്തിന് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സിറ്റിസൺസായിട്ട് അവരെ മാറ്റാൻ കഴിയുമെന്നും ഇവരുടെ തന്നെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു. താങ്ക് യു സർ. സുധീര മാഡം, എനിക്ക് തോന്നുന്നത് നസീമ തിരഞ്ഞെടുത്തിട്ടുള്ളത് സ്ത്രീകളെയാണ്. അപ്പോൾ സ്ത്രീകളുടെ മനോവൈകല്യമൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. അപ്പം നമ്മൾ സ്ത്രീകൾ മോശമായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ അവർ സാധാരണ നിലയിൽ നിന്നും മാറി ചിന്തിക്കുകയും അതുപോലെ മാറി പെരുമാറുകയും ചെയ്യുമ്പോഴേക്കും അവൾക്ക് വട്ടാണെന്ന് പറയുന്നൊരു തരം ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അവരെ കണ്ടെത്തുകയും, അപ്പം ശരിക്കും മാനസിക രോഗികൾ എങ്ങനെയാണ് നമ്മളെ തന്നെ നോക്കുന്നത്? അവർ അന്യഗ്രഹത്തിലുള്ള ഒരാളെ നോക്കും പോലെയാണ് നമ്മളെ നോക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ വേറൊരു വശമുള്ളത്, നമ്മൾ അവരെ പുനരധിവസിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അസുഖം മാറിയാലും സമൂഹം അവരെ എപ്പോഴും ഒരു മാനസിക രോഗിയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ജയിലിൽ പോയ ആൾക്കാരെ മാതിരിയാണ്. അപ്പോൾ ആ രീതിയിൽ സമൂഹം ഈ വീട്ടുകാർക്ക് അല്ലെങ്കിൽ സമൂഹത്തിനൊരു അവബോധം ഉണ്ടാക്കാനുള്ളൊരു പദ്ധതിയും കൂടെ ഇതിൽ വേണമെന്ന് എനിക്ക് പറയാനുള്ളത്. പുതിയ ഒരു മനോരോഗികളുടെ ചികിത്സ തന്നെ ഉണ്ട് അത്രേ, ഹോർട്ടി ട്രീറ്റ്മെൻറ്റ്. ആ കൃഷി ചെയ്യുന്നതിലൂടെ അവർക്ക് അവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള പ്രൊഡക്ഷൻ അവർ തന്നെ ചെയ്യുമ്പോൾ ഞങ്ങൾ ആരെക്കാളും പിന്നിലല്ല എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടെ മനോരോഗം
മാറുന്നതായി കാണുന്നത് അത് വളരെ നല്ലൊരു പദ്ധതിയാണ്. കാരണം തൊട്ടടുത്ത് തന്നെ ഒരു പാടം അതിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഒരുക്കിയിട്ടിരിക്കുകയാണ്. അതൊക്കെ വളരെ നല്ലൊരു വളരെ ദിശാബോധത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുന്നു. താങ്ക് യു മാഡം. ബിനോയ് സർ, എന്താണ് ചോദിക്കാനുള്ളത് നമ്മുടെ നസീമോട് സ്വപ്ന പദ്ധതിയെക്കുറിച്ച്? നസീമ പണ്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് തോപ്പിൽ ഫാസി. എന്താ സാർ? തോപ്പിൽ ഫാസി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പണ്ട് ഒരു നാടകത്തിൽ കൂടി. ആ നാടകം അശ്വമേധമായിരുന്നു. ചോദ്യം ഇതായിരുന്നു, രോഗം ഒരു കുറ്റമാണോ എന്ന്. അത് കുഷ്ഠരോഗത്തിൻ്റെ ഭീകരതയ്ക്ക് മുമ്പിൽ സമൂഹം പകച്ചു നിന്ന കാലത്താണ് ചോദ്യമുണ്ടായത്. ഇന്ന് കുഷ്ഠരോഗം അതുപോലെ ഭയപ്പെടേണ്ട രോഗമല്ല എന്ന് എല്ലാവർക്കും അറിയാം. മനോരോഗത്തിൻ്റെ മുമ്പിലും നമുക്കിതേ ചോദ്യം ചോദിക്കാം. ഒരു രോഗിയും ഒരു കുറ്റവാളിയല്ല, മനോരോഗി ഒട്ടുമല്ല. മനോരോഗിയുടെ ഈ രോഗത്തിൻ്റെ പിറകിൽ സമൂഹമുണ്ട്, സാഹചര്യങ്ങളുണ്ട്, കുടുംബമുണ്ട്. എല്ലാവരും കൂടെ ചേർന്നാണ് രോഗിയെ ഈ അവസ്ഥയിലേക്ക് അലഞ്ഞു തിരിയുന്ന ഒരു ആളാക്കി മാറ്റുന്നത്. അവഗണിക്കപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ ഈ വിഷയത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ നസീമയുടെ ചോദ്യം സ്വയം ചോദിച്ചത്. അതുകൊണ്ട് സ്വപ്നം കണ്ടതിനെ നമ്മളെല്ലാവരും മാനിക്കും, ഞാനും മാനിക്കുന്നുണ്ട്. ഈ സ്വപ്നം പക്ഷേ യാഥാർത്ഥ്യമാകാൻ വേണ്ട ഒരു ഭൗതികമായ സാഹചര്യം വേണ്ടേ, പണം വേണ്ടേ, പറയാം സാർ, മാൻ പവർ വേണ്ടേ, അതിനെപ്പറ്റി എല്ലാമുള്ള സങ്കല്പം ചിന്തിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങനൊരു പ്രൊജക്റ്റ് ഭാവിയിൽ സാധ്യമാവുകയാണെങ്കിൽ 4 ഏക്കറോളം തന്നെ നൽകാൻ ആ പ്രദേശത്ത് തന്നെയുള്ള ഒരാളല്ല ഒരു കൂട്ടം ആളുകൾ സന്നദ്ധരായിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ കെട്ടിടം കെട്ടാനുള്ള കോസ്റ്റാണ്, അതിൻ്റെ ഫ്രീ കോസ്റ്റ് എൻജിനീയർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നെ വേണ്ടത് ഡോക്ടേഴ്സിൻ്റെ സേവനമാണ്. ഡോക്ടർ സെയ്ദ് മുഹമ്മദൻ, ഡോക്ടർ അനിൽകുമാർ, അവരുടെ സർവീസ് ഒരു പൈസ പോലും വാങ്ങിക്കാതെ ഇങ്ങനൊരു പ്രോജക്റ്റ് അവരുടെ മനസ്സിലും കൂടെ ഉണ്ടായിരുന്നു. അത് ഷെയർ ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ സപ്പോർട്ട് കിട്ടി. പിന്നെ നമുക്ക് അവിടെ ജീവിക്കുമ്പോൾ കോസ്റ്റ് കുറയ്ക്കണം. അതിന് നെബാർഡിൻ്റെ വേണുഗോപാൽ സാറാണ് അതിൽ സംസാരിച്ചത്. അദ്ദേഹം നെബാർഡിൽ നിന്ന് റിട്ടയർമെൻ്റ് എടുത്ത് ഇതുപോലെ കൃഷി രീതികൾ പ്രചരിപ്പിക്കാൻ നടക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സേവനം ഉറപ്പുവരുത്തി. പിന്നെ നമുക്ക് കറൻറ്റാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രോബ്ലം. അനർട്ടിൽ നിന്ന് നമുക്ക് 2 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ 1 ലാക്ക് നമുക്ക് സബ്സിഡി ഉണ്ട്. ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 കിലോ വാട്ടിൻ്റെ സോളാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 ഫാനും അതുപോലെ 10 ലൈറ്റും നമുക്ക് ഓടിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ആ പ്രോജക്റ്റിൻ്റെ പ്ലാൻ ഞാൻ വിഭാവനം ചെയ്തത്. ഓക്കെ, ഞാൻ മാർക്കിലേക്ക് കിടക്കട്ടെ. രാമണി സർ, സ്വപ്ന പദ്ധതിക്ക് നസീമയ്ക്ക് എത്ര മാർക്ക് കൊടുക്കാം? നസീമയ്ക്ക് 9 മാർക്ക്. 9 മാർക്കാണ് നസീമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. സുധീര മാഡം, എത്ര മാർക്കാണ് നസീമയ്ക്ക്? നസീമയുടെ താളം തെറ്റിയ ജീവിതങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കൈത്തിരിയുമായിട്ട് കടന്നു വന്ന നസീമയ്ക്ക് ഞാൻ 9.5 മാർക്ക്. 9.5. ബിനോയ് സർ? 9.5 മാർക്ക്. സ്വപ്ന പദ്ധതി എന്ന ഈ റൗണ്ടിൽ നസീമ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. സ്വപ്ന പദ്ധതിയെക്കുറിച്ചും ആ പദ്ധതിയുടെ റോഡ് മാപ്പ്, ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അതിന് മുന്നിലേക്ക് കാണുന്ന കാര്യങ്ങൾ, വയൽ തൊട്ട് കറണ്ട് വരെ എല്ലാ കാര്യങ്ങളും ഗംഭീരമായി ഇവിടെ പറഞ്ഞു. അതിന് ജഡ്ജസ് കൊടുക്കുന്ന മാർക്ക് 28 ആണ്. നസീമ, കൺഗ്രാജുലേഷൻസ്.